ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളെ കൊഞ്ച് കറിയാണ്. വലിയ കൊഞ്ചിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുറിച്ച് വെച്ചതാണ് കൊഞ്ച്. പിന്നെ എന്ത് ചെയ്യുന്നു, തക്കാളി ഉണ്ട്, മുളകുണ്ട്. ഇത് നമുക്ക് മുറിച്ചിട്ടിട്ട് വരാം. അതിനിടയ്ക്ക് പുളീനെ നമ്മളിവിടെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് പൊതിർക്കാനായിട്ട്. അപ്പോൾ ഗൈസ് ഇതിലേക്ക് നമ്മൾ ഇച്ചിരി മഞ്ഞളിട്ടു, പിന്നെ മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ. ഓക്കെ, 1/2 ടീസ്പൂൺ ഉപ്പ്. അതിനും കൂടി ഒന്ന് പെരക്കി എടുക്കുക അല്ലേ. ഇന്ന് സമയമില്ലാതെ കുറച്ച് നേരം വെക്കുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് സമയം വെക്കാമായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കാം കേട്ടോ. നമുക്കിന്ന് സമയമില്ല, ഒരു നേരം മെഴുകി. ഗൈസ് തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇടണം കേട്ടോ. നമുക്കിപ്പോൾ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് തട്ടിക്കൂട്ടൊരു കറി ഉണ്ടാക്കുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മളെ പുളിയിലെ വെള്ളം ഒഴിക്കുകയാണ് ഇതിലേക്ക്. ഓക്കെ, കുറച്ചും കൂടി ആക്കാം അല്ലേ. ഇത് ചെറുനാരങ്ങ വലുപ്പത്തിലാണ്, ചെറുനാരങ്ങ വലുപ്പത്തിലെടുക്കണം പോലെ പുളി. ഓക്കെ, ഇനി അടുപ്പത്ത്. ഓക്കെ ഗൈസ്, നമ്മളിത് അടുപ്പത്ത് വെക്കാൻ പോവാണ്. ഓക്കെ, 10 മിനിറ്റ് വേവട്ടെ. 10 മിനിറ്റ് വേവണം. അപ്പോഴത്തേക്ക് നമുക്ക് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരവിടണം അല്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ തേങ്ങ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ പവർ കട്ടാണ്. സോ നമ്മൾ തേങ്ങ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 1/2 സ്പൂൺ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ജീരകം, ഒരു നുള്ള ജീരകം. തേങ്ങ അല്ലേ? തേങ്ങ എത്ര അരമുറി തേങ്ങ. അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിക്കുക അല്ലേ. ഓക്കെ, ഇനി ഇളക്കണ്ടേ? നാടൻ കൊഞ്ച് കറിയാണ്, അതും അരച്ച കൊഞ്ച് കറി. പക്ഷെ ഇതിനിപ്പോൾ ഇളക്കി ഒന്ന് കുറുകണം തോന്നുന്നു അല്ലേ. ഇതിൻ്റെ ബാക്കിയുള്ളതുകൊണ്ട് അതെടുത്തിട്ട് ഒരു വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് പിന്നെ ഒഴിക്കാം. അരവ് കുറച്ചത് ബാക്കി ഉണ്ടായിരുന്നു. ഓക്കെ, ഗൈസ് അപ്പോൾ നമുക്ക് അവസാനമായിട്ട് കരിവേപ്പില ഇടണം. ഓക്കെ ഗൈസ്, അപ്പോൾ കറിവേപ്പില ഇടുക നമ്മൾ. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യണ്ടേ? ഒന്നുകൂടി തിളച്ചിട്ട് വാങ്ങി വെക്കാം അല്ലേ. വലിയ കൊഞ്ചുണ്ടാവും. മൈ ഗോഡ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗ്യാസിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓഫാക്കി എടുക്കുകയാണ് കേട്ടോ.